الحمد لله الذي أنزل آيات بينات وكتابا مبينا. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر سورة البقرة. سورة البقرة تدبر ഖുർആൻ എന്ന പഠന പരമ്പരയിലെ സൂറത്തുൽ ബഖറയിലെ തദബ്ബുറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് ഗുണപാഠങ്ങൾ അടങ്ങിയ ഒരു ഭാഗമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പിശാച് വരില്ലെന്നാണ്. വിചാരിച്ച് നമ്മൾ കുത്തിയിരുന്ന് കണ്ണുടച്ച് അർത്ഥം അറിയാതെ പാരായണം ചെയ്യാനല്ല പറഞ്ഞു. കാരണം എന്താണ്, ഇതിൽ ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട്, ചിന്തോദ്ദീപകമായ പല കാര്യങ്ങളും വരുന്നുണ്ട്, കുടുംബകാര്യങ്ങൾ വരുന്നുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങൾ വരുന്നുണ്ട്, വിവാഹബന്ധങ്ങൾ വരുന്നുണ്ട്, സാമൂഹിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ പരാമർശിക്കപ്പെടുന്നത് കൊണ്ടാണ് അവിടെ പിശാച് വരില്ല എന്ന് പറയുന്നത്. ഇതില് പദാർത്ഥം എഴുതുന്നുണ്ട്. ഞാൻ ലഹ്മിന്റെ ഉദാഹരണം അല്ല, ബഹുവചനം എഴുതിയപ്പോഴേ അവിടെ ലഹൂം എന്നാണ് വാവ് ദീർഘിപ്പിച്ച് വായിക്കണം കേട്ടോ. ലഹൂം അത് ഞാൻ തിരുത്തി അയച്ചു തന്നിട്ടുണ്ട്. വേറെ അർത്ഥങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? വാക്കർത്ഥങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കി, പഠിച്ചോ? അപ്പോ കാലയുടെ കർമ്മണി പ്രയോഗം എന്താണ്? തേയില. അൽഫൈന എന്ന് പറഞ്ഞാൽ എന്താ? അൽഫൈന ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കണ്ടു. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഹനാസീറിന്റെ ഏകോചനം എന്താ? പേജ് നോക്കി, അടുത്ത പേജ് നോക്കാം. വയറിന് എന്താ പറയുന്നത്? ബത്തന്. എല്ലാം അറിയാം. ബത്തനിന്റെ ബഹുവചനം ഫമാസ്ബറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ സഹനം ആശ്ചര്യകരമാണ്. ആശ്ചര്യകരമാണ്. അപ്പൊ ആശ്ചര്യകരമാണെന്ന് എവിടെ നിന്ന് കിട്ടിയത്? അതൊരു പ്രയോഗമാണ്. കേട്ടാ. മാ അസ്ബറ, മാ അജ്മല, മാ ചേർന്ന് വന്നിട്ട് ഒരു പ്രയോഗമാണ്. അതിനുശേഷം അതിന്റെ സൂപ്പർലേറ്റീവ് ഫോം ആയിരിക്കും ഉപയോഗിക്കുക. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ. അസ്ബറ എന്ന വാക്കാണ് ഉപയോഗിക്കുക. സബറ യസ്ബിറു, സബറ സഹിച്ചു അല്ലെങ്കിൽ ക്ഷമിച്ചു. അസ്ബറ എന്ന വാക്കാണ് അതിന്റെ സൂപ്പർലേറ്റീവ് ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം അവനെ ക്ഷമിപ്പിച്ചു എന്നല്ല, അവന്റെ സഹനം അല്ലെങ്കിൽ ക്ഷമ അപാരം തന്നെ, ആശ്ചര്യകരം എന്നാണ്. അതായത് ഖുർആൻ സാഹിത്യം പഠിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താല് അറബി ഭാഷാ സാഹിത്യമുണ്ട്. നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ പഠിച്ചത് പദങ്ങളുടെ രൂപമാറ്റങ്ങൾ, പിന്നെ കുറെ വ്യാകരണങ്ങളാണ് പഠിച്ചത്. കുറെ വ്യാകരണം. അതിൽ വ്യാകരണത്തിന്റെ വകുപ്പിൽ വരുന്നതാണെങ്കിൽ പോലും നമ്മള് മാ യുടെ അർത്ഥം മാത്രവും അസ്ബറയുടെ അർത്ഥം മാത്രവുമല്ല നോക്കേണ്ടത്. മാ അസ്ബറ എന്ന പ്രയോഗമാണ്, സാഹിതീയ പ്രയോഗമാണ്. അത് നോക്കിയിട്ടാണ് അർത്ഥം മനസ്സിലാക്കുന്നത്. ചില അറിയപ്പെടുന്ന ഖുർആൻ പരിഭാഷകളല്ല ഇപ്പോ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഖുർആൻ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാർ തട്ടിക്കൂട്ട് ഖുർആൻ പരിഭാഷയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇത്തരം വിഷയങ്ങളിൽ പിശകുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആധികാരികമായ, നിങ്ങൾ ഖുർആൻ പരിഭാഷ വാങ്ങുകയാണെങ്കിൽ ആധികാരികമായ ഖുർആൻ പരിഭാഷകൾ മാത്രമേ വാങ്ങാവൂ. നമുക്കറിയാണ്ട് അറിയപ്പെടുന്ന പല സംഘടനകളുടെയും കേരളത്തില് പ്രസിദ്ധീകരണാലയങ്ങളുണ്ട്. അപ്പൊ അറിയപ്പെടുന്നത് ഉത്തരവാദിത്തപ്പെട്ടമായെന്ന് ഉറപ്പുള്ളത് മാത്രമേ വാങ്ങാവൂ. ഏതെങ്കിലും പരിഭാഷ ചാടിക്കയറി വാങ്ങിയാൽ അവരൊക്കെ ചിലപ്പോൾ അബ്ദുള്ളമയോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബി ഡിഗ്രിയൊക്കെ പാസ്സായിട്ട്
ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് വിചാരിച്ച് എന്താവില്ല ഖുർആന്റെ ആക്യുറേറ്റ് അല്ലെങ്കിൽ അറബി ഭാഷാപരമായിട്ട് പോലും അത് പൂർണ്ണമാകും. ചിലരെങ്ങനെ പരിഭാഷകൾ തയ്യാറാക്കുകയും പള്ളികളുടെ അഡ്രസ്സ് കളക്ട് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ പള്ളിയിൽ ഒരു 3-4 കോപ്പി വന്നു സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുൽ കഹഫിന്റെ ഒക്കെ പരിഭാഷ. അതിലൊക്കെ ഇത്തരം തെറ്റുകൾ ഇതിനുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റുകൾ ഉണ്ട് അതിൽ. അരീക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണാലയത്തിൽ അരീക്കോട് അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമൊന്നുമല്ല, പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അവർ പ്രസിദ്ധീകരിച്ചു. ഞാൻ അതിന്റെ ആളെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറബി ഭാഷ ഒട്ടും അറിയില്ല. പിന്നെ ഈ സ്ഥാപനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, പക്ഷെ അയാൾക്ക് അറബി ഭാഷ ഒട്ടും അറിയില്ല. പരിഭാഷപ്പെടുത്തിയത് വേറൊരാളാണ്. ശരി, അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലേക്ക് എന്ത് ചെയ്യണം, ആവാഹിച്ചു കൊണ്ടുവരണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മള് നിരന്തരം വായിക്കുമ്പോൾ ആശയം മനസ്സിലാക്കാൻ പറ്റൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون ومثل الذين كفروا كمثل الذي ينطق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. فإذا قيل لهم اتبعوا നിങ്ങൾ പിൻപറ്റൂ മാ അൻസല അല്ലാഹ് അള്ളാഹ് ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു അവർ പറയും. ഈ ഖീല പറയപ്പെട്ടു എന്ന് പാസ്റ്റ് ടെൻസ് ആണ്, അതേപോലെ ഖാലു എന്നതും പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ ഇതാ വരുമ്പോൾ നമുക്കറിയാം ഭാവി കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാവി കാലത്തെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞാൽ ഭാവി കാലമാണ്, അതിന്റെ പ്രയോഗത്തിൽ ഭാവി കാലമാണ്. ഇദാ ഖീല ലഹും ഇത്തബിഉ അവരോട് പറയപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ ഭാവിയിൽ പറയപ്പെട്ടാലാണ്. ഇതാ നമ്മൾ പഠിച്ചു, അലിഫുള്ളത് ഇതാ നീട്ടി വയ്ക്കുന്നതാണ്, ഭാവിയിലുള്ളതാണ്. ഖാലു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഖാലു അവർ പറയും എന്നർത്ഥം കൊടുത്തിരിക്കുന്നത്. ബൽ നത്തബിഉ ബൽ എന്നാൽ നത്തബിഉ ഞങ്ങൾ പിന്തുടരുന്നു മാ അൽഫൈന ഞങ്ങൾ കണ്ടതിനെ, മാ ഒന്നിനെ ഞങ്ങൾ നത്തബിഉ ഞങ്ങൾ പിന്തുടരുന്നു മാ ഒന്നിനെ. ഇങ്ങനെയാണ് ശരിക്കും അതിന്റെ വാക്കർത്ഥം. നത്തബിഉ ഞങ്ങൾ പിന്തുടരുന്നു മാ ഒന്നിനെ, അൽഫൈന ഞങ്ങൾ കണ്ടു, അലൈഹി അതിന്റെ മേൽ അല്ലെങ്കിൽ അക്കാര്യത്തിന്റെ മേൽ, അബാഅന ഞങ്ങളുടെ പിതാക്കളെ. അപ്പോ ഞങ്ങളെ പിതാക്കളെ ഏത് കാര്യത്തിലാണോ ഏത് അവസ്ഥയിലാണോ ഞങ്ങൾ കണ്ടത് അതിനെയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. അപ്പൊ അള്ളാഹ് ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കൂ, അതിനെ നിങ്ങൾ പിന്തുടരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാപ്പമാരെന്ത് ചെയ്തു അത് മാത്രമേ ഞങ്ങൾ പിന്തുടരൂ എന്ന് പറയുന്നത് എന്താണ്? അത് പമ്പര വിഡ്ഢിത്തമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ
അപ്പോ എന്താ ചോദിക്കുന്ന അല്ലാഹ്? അവലോ കാന ആബാഹും ലാ യഅഖലൂൻ ലാ യഅഖലൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവലോ ആണെങ്കിലുമോ, ആ ആണോ ഉണ്ടോന്നാണ്, ലൗ എങ്കിൽ. അപ്പൊ അവലോ എന്ന് പറഞ്ഞാൽ വായ്ക്ക് അവിടെ പ്രത്യേകിച്ച് അർത്ഥമില്ല. വായും ഫായും ഇതേപോലെ അഫലം എന്നൊക്കെ പറഞ്ഞിട്ട് ഫാ ഇടയിൽ കയറി വരും. അപ്പോഴൊന്നും പ്രത്യേകിച്ച് അർത്ഥം അവിടെ പറയേണ്ടതില്ല. അപ്പൊ അവലൗ ആണെങ്കിലുമോ, കാന ആബാഉഹും അവരുടെ പിതാക്കൾ ആയിരുന്നു, ലാ യഅഖിലൂൻ ഗ്രഹിക്കാത്തവർ. ലാ യഅഖിലൂൻ അവർ ഗ്രഹിക്കുന്നില്ല, ഷൈഅൻ ഒന്നും, ഒട്ടും തന്നെ ഗ്രഹിക്കാത്തവരോ ചിന്തിക്കാത്തവരോ. അത്തരം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു എന്നും ഗ്രഹിച്ചു എന്നും അർത്ഥമുണ്ട്. അവർ ചിന്തിക്കാത്തവരോ ഗ്രഹിക്കാത്തവരോ ആയിരുന്നാലുമോ, വലാ യഹ്തദൂൻ ഇഹ്തദ നേർമാർഗം പ്രാപിച്ചു. അപ്പൊ അവർ നേർമാർഗം പ്രാപിക്കാത്തവരും ചിന്തിക്കാത്തവരും ഗ്രഹിക്കാത്തവരുമാണെങ്കിലും നിങ്ങൾ വാപ്പമാരെ കണ്ടതുപോലെയാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദ്യം. വമസലുല്ലദീന കഫറൂ കമസലില്ലദീ യൻഅഖു. വമസലുല്ലദീന കഫറൂ സത്യനിഷേധികളുടെ, സത്യത്തെ മറച്ചേക്കുന്നവരുടെ ഉദാഹരണം കമസലി ഒരു ഉദാഹരണം പോലെയാണ്. കമസലില്ലദീന കഫറൂ കമസലി ഉദാഹരണം പോലെയാണ്, അല്ലെങ്കിൽ ഉപമ പോലെയാണ്. അല്ലദീ യൻഅഖു, യൻഅഖു എന്താ അർത്ഥം പറഞ്ഞത്? ഒച്ചയുണ്ടാക്കി, ശബ്ദം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കി അട്ടഹസിക്കും. ബിമാ ഒന്നിനോട്, ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅൻ. ലാ യസ്മഉ അത് കേൾക്കുന്നില്ല, ഇല്ലാ ദുആഅൻ ചില വിളികളല്ലാതെ. ചില എന്താ പറയാ, ദുആഉം നിദാഉം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ദാ വിളിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, നാദാ വിളിച്ചു. ചില വിളിയാളങ്ങളും വിളിയും തെളിയും അല്ലാതെ വേറെ ഒന്നും കേൾക്കാത്തതിനോട് അതിനോട് ഒച്ചയിടുന്നവനെ കുറിച്ചാണ്. അതിനോട് ഒച്ചയിടുന്നവനെ പോലെയാണ് ആര്? ഈ പറഞ്ഞ ആൾക്കാരുടെ, സത്യനിഷേധികളുടെ ഉപമ. കാരണം എന്താ? അവര് ഒന്നും കേൾക്കുകയോ സംസാരിക്കുകയോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിയും തെളിയുമെന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. റാവും നിദാവും ഒരേപോലെ ഒരേ അർത്ഥമാണ്. അതുള്ള വിളിയും തെളിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ മസലില്ലതി ബിമ ഒന്ന് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏതിനോട് എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കുകയും ലാസ്മ ഇല്ല ദ്വാ മനിതാൻ. നമ്മളൊരു പശുവിനെ, പോത്തിനെ, എരുമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് എരുമ കേൾക്കുന്നത്? നമ്മൾ ഒച്ചയിടുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, അല്ലാതെ നമ്മുടെ സംഭാഷണം അതിന് തിരിയുകയില്ല. അങ്ങനെയുള്ളതിനോട് നമ്മൾ ഒച്ചയിട്ടിട്ട് എന്താ ഫലം? അതിനുള്ള ഒച്ചയിടുന്നവനെ പോലെയാണ് ഈ പറഞ്ഞ സത്യനിഷേധികളുടെ ഉദാഹരണം എന്നാ പറഞ്ഞു. സുമ്മുൻ നമ്മൾ പഠിച്ചില്ല നേരത്തെ? ബധിരൻ ആണോ? ഏകവചനമാണോ ബഹുവചനമാണോ? അസമ്മുമാണ് ഏകവചനം. അസമ്മ് ഏകവചനം. ബുക്കുമിന്റെ ഏകവചനം അബുക്കമു. അമ്മിന്റെ ഏകവചനം. ഇതെല്ലാം ഖുറാനിൽ വേറെ വന്നിട്ടുണ്ട്, ഏകവചനം വന്നിട്ടുണ്ട്. അസമ്മ് വന്നിട്ടുണ്ട്, അബുക്കമു വന്നിട്ടുണ്ട്. ആൾമ ആൾമ നമ്മൾ സൂറത്തു എഴുതി പഠിച്ചത് ബക്കറ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആൾമ നമ്മള് സൂറത്ത് അബസിൽ പഠിച്ചിട്ടുണ്ട്. സൂറത്ത് അബസ് നമ്മള് സൂറത്തുൽ ബുറൂജ് എന്ന അവസാനം
സുക്കൂൻ ചെയ്താണ് പറയുന്നതെങ്കിൽ അബസിന് എന്ത് പറയണം? സൂറത്ത് അബസ് എന്നല്ലേ പറയണ്ടത്? അബ്ബാസ്. ആ, അവസാനത്തെ അക്ഷരം സുക്കൂനാക്കി പറയുന്നു. പാരായണം ചെയ്യുമ്പോൾ അവിടെ അബസവത്തമല്ല, കാരണം ചേർത്ത് പറയുന്നുണ്ട് അബസവത്തമല്ല എന്നുണ്ട്. സൂറത്തിന്റെ പേര് പറയുന്ന സൂറത്ത് അബസ്. അപ്പൊ അവിടെ ഏകവചനമുണ്ട്. അതേപോലെ അസമ്മ് വന്നിട്ടുണ്ട്, അബുക്കമ്മ് വന്നിട്ടുണ്ട്. അപ്പൊ ബദിരന്മാര്, മൂകന്മാര്, അന്ധന്മാർ, ഫഹംലായ യഖ്ലൂൻ, അവരൊന്നും ഗ്രഹിക്കുന്നില്ല. എന്താണ്? അവർ ഈ സത്യനിഷേധികൾ അവര് മൂകന്മാരെയും ബധിരന്മാരെയും അന്ധന്മാരെയും പോലെയാണ്. ലാ യഖ്ലൂൻ, അവരൊന്നും ഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഈ സത്യനിഷേധികൾക്ക് പറയുന്ന വാക്ക്, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദമാണ്. കഫറ, മറച്ചു വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ്? പർപ്പസ്ഫുള്ളി, മനഃപൂർവ്വം മറച്ചു വെക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത് കാഫറ എന്ന് പറയുന്നത്. അപ്പൊ കാഫിറിനെ സംബന്ധിച്ചോളം ഒരാളെ നമ്മൾ കാഫിർ എന്ന് പറയണമെങ്കിൽ അയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ കാര്യം മനസ്സിലായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മറച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് അവർ അന്ധത നടിക്കുന്നു. അന്ധന്മാരാണ്, ബധിരന്മാരാണ്, മൂകന്മാരാണ് എന്ന് പറയും. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാ, നിങ്ങൾ തിന്നേണ്ടത് എന്താണ്? കാണുന്ന എല്ലാം വെച്ച് തിന്നളയരുത്. ത്വയ്യിബാത്താണ് തിന്നേണ്ടത്, നല്ല ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം വിഭവങ്ങളായി തന്ന വിഭവങ്ങളിൽ എന്ത് കഴിക്കണം? നല്ലതായിട്ടുള്ളതിനൊക്കെ. നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ളത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ളത്, നമ്മുടെ മനസ്സിന് നല്ലതായിട്ടുള്ളതിനാണ് എന്ത് ചെയ്യേണ്ടത്? കഴിക്കേണ്ടത്. എല്ലാം വരുത്തിനിട്ട് പിന്നെ അവസാനം എനിക്ക് രോഗം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇത് വളരെ സുമ്മെന്ന് പറഞ്ഞാല് കേൾക്കാത്തവന് അല്ലേ? ബുക്കുമെന്ന് പറഞ്ഞാല് അങ്ങനെ ഇനി വ്യക്താക്കി തരുമോ? സുമ്മുൻ ബുക്കുമെന്ന്. അപ്പൊ അൽബക്കറയുടെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച എന്താ ഇത്? പക്ഷെ അത് മാറി പോവുക. നല്ലോ പഠിച്ചതേനി, പക്ഷെ മറന്നുപോയി. എങ്ങനെ നോക്കാം? സുമ്മ് അല്ല, എവിടെയാണ് സുമ്മ്? സുമ്മുൻ കേൾവി ഇല്ലാത്തവൻ, ബുക്കുമൻ സംസാരിക്കാത്തവൻ, ഉമ്യൻ അന്ധൻ, കേൾവി സംസാരം കാഴ്ച. സുമ്മുൻ, അസമ്മ് ബധിരൻ, അബുക്കമ് സംസാരിക്കാത്തവൻ, ആഴ്മ കാണാത്തവൻ. അതെ, അൽഫയ്ക്ക് 1000 അർത്ഥമുള്ളത്. അൽഫാണോ? 1000. അൽഫുൻ, 1000. അൽഫുൻ, അതായത് നമ്മൾ നോക്കുമ്പോൾ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് ഹദാ പോലത്തെ ഒരു അക്ഷരം അവിടെ അവസാനം ഉണ്ടല്ലോ, അല്ലെ? ഹദയുടെ അവസാനത്തെ അക്ഷരം പോലെ ഒരു അക്ഷരം അവിടെ ഉണ്ട്. അല്ലാതെ വെറുതെ ഹംസും അലിഫും ഫായും മാത്രമല്ല. അപ്പൊ ആശയത്തെ കളയാൻ പാടില്ല. ആശയത്തെ കളഞ്ഞാൽ എന്തായി? അൽഫുൻ എന്നായി. അപ്പൊ 1000 ആയി. അൽഫ എന്ന് പറഞ്ഞാൽ കണ്ടു, വജദ. ഓക്കെ. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. അപ്പൊ ആരോഗ്യപരമായി നല്ലതായതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഹംറ് ഹറാമാക്കിയത്. അതുകൊണ്ടാണ് ലഹ്മുൽ ഖിൻസീർ ഹറാമാക്കിയത്. ഇതൊക്കെ പിന്നീട് പറയുന്നുണ്ട്. ത്വയ്യിബാത്തായത് ഇഷ്ടം പോലെ ഉണ്ട്, വേറെ ഒരുപാട് എണ്ണം ഉണ്ട് ത്വയ്യിബാത്തായത്, ത്വയ്യിബായിട്ടുള്ളത്. അപ്പൊ മീൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് തന്നിട്ടുള്ള നല്ലതിനെയാണ് നിങ്ങൾ കഴിക്കുക. പിന്നെ എന്ത് ചെയ്യണം? വഷ്കുറൂ ലില്ലാഹ്, അള്ളാഹ്ക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുക. അതിന് കഴിഞ്ഞ ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയും. കാരണം ഒരു ചെറിയ വറ്റിന് വേണ്ടി, ഒരു ചോറിന്റെ ഒരെണ്ണം, അല്ല ഒരു ബ്രെഡിന്റെ ഒരു കഷണം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്?
അടിപ്പിടി കൂടുന്നുണ്ട്. അവരടിക്കുന്നില്ല, പക്ഷേ അവര് ഉന്തും തള്ളുമായിട്ട് അവരെങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ മതി, ഒരു തുള്ളി വെള്ളം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? യഥേഷ്ടം കുടിക്കുന്നു, യഥേഷ്ടം തിന്നുന്നു, അവരെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോ ശുക്ർ ചെയ്യുക. അഷ്കുറു ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ. ഇൻ കുന്തും നിങ്ങൾ ആണെങ്കിൽ, ഇയ്യാഹു അവനെ മാത്രം, തഅബുദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യും. അപ്പൊ മാത്രം എന്ന് എവിടെ നിന്ന് അർത്ഥം കിട്ടി? ഇയ്യാ പറഞ്ഞ മാത്രം എന്നാണ് അർത്ഥം. ഇയ്യാക്ക ഇയ്യാഹു ഇയ്യാനൊക്കെ ആദ്യം പഠിച്ചിനി. അപ്പം അതൊക്കെ മാത്രമാണെന്ന് അർത്ഥം വരുന്നത് ക്രിയയുടെ മുമ്പേ വരുമ്പോഴാണ് കേട്ടാ. ക്രിയയുടെ മുമ്പേ വരുമ്പോഴാണ് മാത്രം എന്നർത്ഥം വരുന്നത്. ഇവിടെ എന്താണ്? തഅബുദൂൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അതിന്റെ മുമ്പെയാണ് ഇയ്യാ വന്നിരിക്കുന്നത്. അവിടെ ഹുവ മാത്രമാണുള്ളത്. ഹുവയുടെ കൂടെ ഹുവയെ എന്ത് ചെയ്യാ? ഹുവ കർമ്മത്തിന്റെ രൂപത്തിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ കൂടെ ഇയ്യാ വരുന്നത്. ഹുവ മാത്രം പറയുമ്പോൾ ഹുവ കർത്താവിന്റെ രൂപത്തിലാണ്. ഹുവ ജാ ലമ്മ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ഹുവ മാത്രം വരുന്നത്. ഹുവയ്ക്ക് ഫത്തഹ ചെയ്യപ്പെട്ട അവസ്ഥയിൽ വന്നാൽ എന്താവും? ഇയ്യായുടെ കൂടെ ചേർന്നേ ഉള്ളൂ. ഹുവ എന്നത് അവസാനത്തെ അടയാളം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഫത്തഹ ചെയ്യപ്പെട്ടോ ലമ്മ് ചെയ്യപ്പെട്ടോ എന്നൊന്നും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ സ്ഥാനമുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, കാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ റസൂല് പറഞ്ഞു. അപ്പൊ എന്താണ്? കർത്താവാണ്, പ്രവൃത്തിയുടെ കർത്താവാണ് റസൂൽ. അപ്പൊ ആ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്? ലമ്മ് വന്നത്. അപ്പോ ഹുവ എന്ന് പറഞ്ഞാൽ ഹുവ കർത്താവിന്റെ സ്ഥാനത്തിലാണെങ്കിലാണ്, ലമ്മ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് എന്ത് അതിന് ഹുവ ആയിട്ട് നിൽക്കുന്നത്. അത് ഫത്തഹ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് വരുന്നതെങ്കിലോ ഹുവയുടെ ഇയ്യ ഉണ്ടാവും. അപ്പോ ഇയ്യാന എന്ന് പറഞ്ഞാൽ നഹ്നു എന്നാണ് ഒറിജിനൽ വാക്ക്. നഹ്നു ഫത്തഹ് ചെയ്യപ്പെട്ട് വരുമ്പോൾ ഇയ്യാന എന്ന് പറയും. അപ്പൊ തഅബുദൂന എന്നെന്താണ്? നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ഹുവ അവനെ. അപ്പൊ യഥാർത്ഥത്തിൽ തഅബുദൂന ഹു എന്നാണ് വരേണ്ടത്. നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ്. ആ അവസാനത്തുള്ള ഹുവയെ മുമ്പേ കൊണ്ടുവന്ന് എന്തിനാണ്? അത് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇയ്യ ചേർത്തിട്ടേ എഴുതുള്ളൂ. അപ്പൊ മുമ്പേ കൊണ്ടുവന്നത് മാത്രമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ക്രിയയുടെ മുമ്പേ പറയുമ്പോൾ അത് മാത്രമാണ് എന്ന അർത്ഥം കിട്ടും. അപ്പോ ഇയ്യാക്ക നഅ്ബുദു എന്നിടത്ത് നമ്മൾ എന്ത് പറയുന്നു? നഅ്ബുദുവിന്റെ മുമ്പെയാണ് ഇയ്യാക്ക ഉള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ അന്തയാണ് അവിടെ ഉള്ളത്. അഅ്ബുദുക എന്നാണ് പറയുന്നത്. അഅ്ബുദുക, ഞാൻ നിന്നെ ഇബാദത്ത് ചെയ്യുന്നു. അപ്പം അന്തയെ എന്ത് ചെയ്തു? വേറെ എടുത്ത് മുമ്പേ പറഞ്ഞപ്പോഴാണ് ഇയ്യാക്ക വന്നത്. അപ്പൊ ക്രിയയുടെ മുമ്പേ വന്നതുകൊണ്ട് എന്താർത്ഥം കിട്ടി? മാത്രമാണ്, നിന്നെ തന്നെയാണ് എന്നർത്ഥം. ഇയ്യ വരുന്ന എപ്പോഴാണ്? ഇയ്യ വരുന്ന എപ്പോഴാണ്? കർമ്മത്തിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഫത്തഹ് ചെയ്യപ്പെട്ടു വരുന്ന സ്ഥാനത്ത് വരുമ്പോഴാണ് ഇയ്യ വരുന്നത്. ഇനി വരുമ്പോഴത്തേക്ക് ഖുർആൻ ഓടുന്നിടത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോ ഇയ്യാക്ക നഅ്ബുദു എന്നിടത്ത് പറഞ്ഞിരുന്നത് നഅ്ബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. ക എന്ന് പറഞ്ഞാൽ നിന്നെ. അപ്പൊ ഈ നഅ്ബുദുവിന്റെ കർമ്മമാണ് ക. അതുകൊണ്ടാണ് ഇയ്യ ചേർത്ത് പറഞ്ഞത്. ഇയ്യാക്ക നഅ്ബുദു. അപ്പോ ക്രിയയുടെ മുമ്പേ വന്നുകൊണ്ട് മാത്രം എന്നർത്ഥം. ഇവിടെ ഇൻകുന്തും ഇയ്യാഹു തഅബുദൂൻ നിങ്ങൾ അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? നല്ലത് തിന്നണം, തിന്നിട്ട് ശുക്ർ ചെയ്യണം. ഒരു വിശ്വാസികളെ വിളിച്ചിട്ട് രണ്ട് കാര്യമാണ് പറഞ്ഞത്. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലി. നിങ്ങൾക്ക് തന്ന നല്ല കാര്യങ്ങൾ തിന്നുക, അല്ലാഹ്ക്ക് നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾ അല്ലാഹയെ മാത്രം, അല്ലെങ്കിൽ അവനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഇബാദത്ത് ശരിയാവണമെങ്കിൽ എന്ത് വേണം? നല്ലത് തിന്നണം, തിന്നിട്ട് ശുക്ർ പറയണം.
ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഏകോചനം കേട്ടോ. നിങ്ങൾ ഇത് നോക്കി പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. ഇല്ല അസമിന്റെ നോക്കിയല്ല പറഞ്ഞു. ബുക്കമിന്റെ ബഹുവചനമാണ്, ബുക്കമിൻ എമയുടെ ബഹുവചനമാണ്. ഓക്കെ. ഇന്നമ ഹബ നിങ്ങൾ തിന്നണം എന്ന് പറഞ്ഞു. കുലുമിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും, നാം തന്നതിന്റെ നല്ലതാണ് തിന്നേണ്ടത്. അപ്പൊ നല്ലതാണ് ഒരുപാടുള്ളത്. പാടില്ലാത്തത് ഏതൊക്കെയാണ് എന്നാണ് പിന്നെ പറയുന്നത്. ഇന്നമ ഹറമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കിയത് ഇനി പറയുന്നവ മാത്രമാണ്. ബാക്കിയെല്ലാം ഓപ്പൺ ആണ്. അതൊക്കെ എന്ത് ചെയ്യാം? അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലത് നോക്കി തിന്നുക. വയറ് നിറഞ്ഞാല് മതിയാക്കണം. കുലു വഷ്റബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കുലു മിൻ തയ്യിബാത്ത് എന്ന് പറഞ്ഞു, നല്ലതിനെ തിന്നണം. രണ്ടാമത് പറഞ്ഞത് കുലു വഷ്റബു വലാ തുസ്രിഫു, അധികം തിന്നരുത്. വിശപ്പ് മാറിയാൽ നിർത്തണം. അതേപോലെ നല്ലത് മാത്രമേ തിന്നാവൂ. അപ്പൊ വിലക്കപ്പെട്ടത് എന്താണ്? ഇന്നമാ ഹറമാലേക്കും, നിങ്ങൾക്ക് വിലക്കിയത്, അവൻ നിങ്ങൾക്ക് വിലക്കിയത്. നിങ്ങൾക്ക് നിയ്യാഹു താബൂദ് എന്ന് പറഞ്ഞു, നിങ്ങൾ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യണം? നല്ലത് തിന്നണം, അവന് ശുക്ർ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവൻ വിലക്കിയത്, ഇന്നമാ ഹറമാലേക്കും, നിങ്ങൾക്ക് അവൻ വിലക്കിയത് ഇനി പറയുന്നവ മാത്രമാണ്. ഒന്ന് അൽ മൈതതു, അൽ മൈതത, ഹറമയുടെ മഫ്ഊലുൻ ബിഹിയാണ് അൽ മൈതത, അവൻ നിങ്ങൾക്ക് വിലക്കി. അൽ മൈതത ശവത്തെ, വദ്ദമ രക്തത്തെയും, വലഹ്മ, അപ്പൊ രക്തം ഡയറക്റ്റ് കുടിക്കാൻ പാടില്ല. അപ്പൊ ഒരാളുടെ രക്തം മറ്റേ കൊടുക്കാൻ പാടുള്ളൂ? പാടില്ലേ? ഇല്ല, പാടില്ല. അത് സ്വീകരിക്കൂല. കുടിക്കുമല്ലോ, കുടിക്കുമല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇനി അത് കണ്ടുപിടിച്ച ആരാണ്? നമ്മൾ പറയുകയാണ്. ചില ആൾക്കാർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെഴുതി ബുക്കിൽ എഴുതി വെച്ചാൽ അത് നമ്മൾ വേദവാക്യം പോലെ അംഗീകരിക്കും. അവിടെ ചിന്തിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ രക്തം കയറ്റുന്നു? ഏതെങ്കിലും പഠനം ഉണ്ടായിട്ടുണ്ടോ? ബ്ലഡ് കൊടുത്താൽ ആ ബ്ലഡ് സ്വീകരിക്കുന്നത്? സ്വീകരിക്കൂല. ഒരു പഠനവുമില്ല. ഞാൻ പല ഒരാളൊക്കെ മറ്റൊരാൾ സ്വീകരിക്കൂല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പത്തോളജിസ്റ്റിന്റെ അടുത്ത് പോലും ഞാൻ ചോദിച്ചു. അപ്പൊ എന്താണ്? അവര് പരമ്പരാഗതമായി പഠിച്ചു വെച്ച കാര്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് പ്രതികരിക്കാതിരിക്കുന്നതിന് വേണ്ടി വേറെ മരുന്നും അതിനകത്ത് ചേർക്കും. ഒരാളിൽ നിന്നും രക്തമെടുത്ത് ഡയറക്റ്റ് അങ്ങോട്ട് മറ്റേയാളിന് കൊടുക്കുകയല്ല ചെയ്യുന്നു. അതിനെന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. ഇപ്പൊ നമ്മൾ അർജന്റായിട്ട് ബ്ലഡ് കൊടുക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ അർജന്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ രക്തമാണോ തന്നെയാണോ അയാൾ കൊടുക്കുന്നത്? അല്ല. ആരെങ്കിലും ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ സർജറി നടത്തുമ്പോൾ എന്റെ ബന്ധുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ എന്റെ ബ്ലഡ് കൊടുത്തെന്ന് വിചാരിച്ചു. എന്റെ ബ്ലഡ് അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? ബ്ലഡ് ബാങ്കിലേക്ക് കൊടുത്തിട്ട് ബാങ്കിലുള്ള ബ്ലഡ് അതാണ്. അവിടുന്ന് ബാങ്കിലുള്ളതാണ് നമുക്ക് തരുന്നത്. അതല്ല, അത് പ്രോസസ് ചെയ്യണം. കാരണം ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ ശരീരം പ്രതികരിക്കും. പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി എന്തോ സാധനം ഉണ്ട്, അതിന്റെ പേര് അറിയുന്നവരാണെങ്കിൽ പറഞ്ഞു. അത് ചേർത്തതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ. എനിവേ, അതെന്തായിരുന്നാലും ഇവിടെ നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് ഡയറക്റ്റ് കുടിക്കാൻ പാടില്ലെന്ന്. എന്തായിരുന്നാലും കൊടുക്കാൻ പാടില്ലെന്നാണോ? അത് ഞാൻ പറയുന്നില്ല. അതൊക്കെ വേറെ പഠിക്കേണ്ട വിഷയമാണ്. ഞാൻ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലഡ് കൊടുക്കുന്നത്? ഒരു ശരീരം ഫോറിൻ ബോഡിയെ സ്വീകരിക്കുമോ? അവയവദാനങ്ങളൊക്കെ പറയപ്പെടുന്നു. ഫോറിൻ ബോഡിയെ സ്വീകരിക്കുമോ, അതല്ല ത്യജിക്കുമോ, അതിന്റെ ഡ്യൂറേഷൻ എന്താണ്? അതൊക്കെ വേറെ പഠിക്കേണ്ട വിഷയമാണ്. നമ്മൾ ചർച്ച ചെയ്തിട്ട് അങ്ങനെ ആകാം. അവയവദാനത്തെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനത് ആണോ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പഠിക്കേണ്ട വിഷയമാണ്. എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകാലങ്ങളിൽ പാല് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. പാല് ഇഞ്ചക്ട് ചെയ്തിരുന്നു പോഷണത്തിന് വേണ്ടി. പാല് ഇന്നാരെങ്കിലും പാൽ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടോ? ഡയറക്റ്റ്
ബ്ലഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയൊരു കാലം വരും, അന്ന് പറയും, ഓ പണ്ട് കാലത്ത് ബ്ലഡൊക്കെ കുത്തിവെച്ചിരുന്നു, പരസ്പരം അത് ദാനമാണ്, രക്തദാനം മഹാദാനം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊരു കാലം പറയും. ഇന്നത്തെ മണ്ടത്തരങ്ങളൊക്കെ പിന്നീട് കുറെ ആൾ കഴിയുമ്പോഴത്തേക്ക് അത് പോവും, പണ്ടത്തെ മണ്ടത്തരങ്ങളൊക്കെ പോയതുപോലെ. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹറം അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീരി, രക്തത്തെയും വലഹ്മൽ ഖിൻസീരി, പന്നിമാംസത്തെയും, വമാ ഉഹില്ല ലിഗൈരില്ലാഹി, അഹല്ല എന്ന് പറഞ്ഞാൽ തഹ്ലീൽ ചെയ്തു എന്നാണ് കേട്ടാ, പേര് വിളിച്ചു എന്ന അർത്ഥത്തിലാണ് അഹല്ല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് അതേപോലെ തന്നെ പിന്നെ അഹല്ല എന്ന വാക്ക് വന്നെങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനെയാണ്, ഇതിൽ നിന്നാണ് അഹല്ല എന്ന വാക്കുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ അഹല്ല എന്ന് പറഞ്ഞാൽ മൊത്തായിട്ടുള്ളതിന്നോ ലാ ഇലാഹ ഇല്ലല്ലാ മൊത്തായിട്ടുള്ളതാ ഇല്ല അവിടുന്ന് അപ്പൊ നമ്മൾ ബിസ്മില്ല എന്ന് പറയുന്നതിന് ഇപ്പൊ എന്താ പറയുന്നത്, ബിസ്മില്ല എന്ന് പറയും, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്നതിന് പറയുന്ന വാക്ക് ബസ്മലത്ത് എന്നാണ്. ബസ്മലത്ത് എന്നാണ് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന വാക്ക് ഹൗഖലത്ത് എന്ന് പറയും. അങ്ങനെയൊക്കെ ചില വാക്കുകളുണ്ട്. ഇപ്പൊ അഹല്ല എന്നതിന്റെ അതാണ് അതിൽ നിന്നാണ് തഹ്ലീൽ വന്നിരിക്കുന്നത്. തക്ബീർ തഹ്ലീലൊക്കെ ഉണ്ടല്ലോ. ഇത് ഹല്ലലയാണ്, ഹല്ലലയിൽ നിന്നാണ് തഹ്ലീൽ വന്നത്. ഹല്ലല ഹല്ലല്, അഹല്ല എന്നും പറയാം, ഹല്ലല എന്നും പറയാം. അതിനാണ് തഹ്ലീൽ വന്നത്. എന്തായാലും ഇവിടെ അർത്ഥം എന്താണ്, മാ ഉഹില്ല ബിഹി, പേര് വിളിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, അറുക്കപ്പെട്ടു, അറുത്തു എന്നാണ്. പേര് വിളിച്ച് അറുത്തു എന്നാണ്. അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് അറുത്തു. അപ്പൊ ഇവിടെ അഹല്ല എന്ന് പറഞ്ഞാൽ പേര് വിളിച്ച് അറുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്തവരുടെ പേര് വിളിച്ചും അവർ അറുത്തിരുന്നു. അള്ളാഹ് അല്ലാത്തവരുടെ പേര് വിളിച്ചും അവര് അറുത്തിരുന്നു. അപ്പൊ അള്ളാന്റെ പേര് അല്ലാത്തവരുടെ പേര് വിളിച്ച് അറുക്കപ്പെട്ടത്. ലി ഗൈരില്ലാഹി, അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതും എന്ത് ചെയ്തിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അറുക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മൊയ്തീൻ ഷേഖിന്റെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിഞ്ഞിടും. കോഴി ഷേഖിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ പേരിൽ അങ്ങനെ അങ്ങ് നേർച്ചയാക്കി വിടും. നേർച്ചയാക്കി വിട്ടതിന് ശേഷം പിന്നെ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അറുത്തത് കൊണ്ട് മാത്രം ഹലാലാകുമോ? ഹലാലാകുമോ? ഇതിനെ നമ്മളെ സംബന്ധിച്ചോളം അതും എന്താണ്, തെറ്റാണ്. കാരണം അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അടുത്ത സൂറത്ത് മാഇദ വരുമ്പോഴത്തേക്ക് പറയും, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ വസീലത്തിൻ, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൽ. അവർ ഓരോരോ പേര് പറഞ്ഞിട്ട് എന്തിരുന്നു, നേർച്ചയാക്കി വിട്ടിരുന്നു. ഓരോ ഓരോ നേർച്ചയാക്കി വിടുന്നതിന് ഓരോ പേരുണ്ട്. അവരുടെ ബിംബങ്ങളുടെ പേരിൽ നേർച്ചയാക്കി വിടുന്നതിന് ഓരോ പേരുണ്ട്. ഒട്ടകത്തെയും മൃഗങ്ങളെയൊക്കെ നേർച്ചയാക്കി വിടുന്നതിന് ഓരോ പേരുണ്ട്. അതിൽപ്പെട്ട പേരുകളാണ് ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ് എന്നൊക്കെ പറയുന്ന പേര്. അങ്ങനെയുള്ള പേരിലൊക്കെ നേർച്ചയാക്കി ഇട്ടിരുന്നു. അതിനെ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയൊന്നും നേർച്ചയാക്കിയിടല് അള്ളാഹ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ ആരുടെയും അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാനേ പാടില്ല. പിന്നെ അതിനെ അർത്താൽ തിന്നാനും പാടില്ല. അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാൻ പാടില്ല. അതിനെ അർത്താൽ തിന്നാൽ പിന്നെന്തായി, അത് ഇരട്ടി ശിക്ഷയായി. അമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി. സൂറത്ത് മാഇദയിൽ അമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ, രക്തം ഹറാമാക്കി എന്ന് പറയും. നമ്മൾ ഇറച്ചി കഴുകിയെടുത്തി കഴിയുമ്പോഴത്തേക്ക് അവിടെ അതിൽ രക്തം ഉണ്ടാവില്ലേ, മുഴുവൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാൻ പറ്റുമോ?
അപ്പൊ അതിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാവും. അങ്ങനെയുള്ള അംശത്തെ അല്ല ഇവിടെ ഹറാമാക്കി എന്ന് പറയുന്നത്. മറിച്ച് എന്താണ്? ദമൻ മസ്ഫൂഹൻ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ദമൻ മസ്ഫൂഹൻ, ദമൻ മസ്ഫൂഹൻ, ഒലിക്കുന്ന രക്തം. ദമൻ മസ്ഫൂഹൻ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അതിന്റെ പൂർണ്ണമായ ആശയം. ഒരു സ്ഥലത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വേറെ സ്ഥലത്ത് അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരണം പറഞ്ഞാണ് എടുക്കേണ്ടത്. ഒലിക്കുന്ന രക്തത്തെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഹറാമാക്കിയിരിക്കുന്നത്. അല്ലെ, ഹമർ ഖൻസീരി നമ്മൾ പറയേണ്ട കാര്യമില്ല. അതെല്ലാ നിലയ്ക്കും ഹറാമായ സംഭവമാണ്. അതിനെക്കുറിച്ച് വേറെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. കുറെ ആൾക്കാർ തിന്നുന്നു, കഴിക്കുന്നു. അറുത്തു എന്നുള്ളതിനിപ്പോ അർത്ഥം പിന്നെ ഉഹില്ല അറുക്കപ്പെട്ടു എങ്ങനെയാണ്? അഹല്ല എന്ന് പറഞ്ഞാൽ പേര് വിളിച്ച് അറുക്കുന്നതിനാണ് അവർ അറബിയിൽ അങ്ങനെയാണ് വാക്കുപയോഗിച്ചിരുന്നത്. നമുക്ക് എന്താ അർത്ഥം എഴുതി തന്നിരിക്കുന്നത് ഇവിടെ? അഹല്ലക്ക് എന്താ അർത്ഥം എഴുതി തന്നത്? ഉഹില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പേര് വിളിച്ച് അറുക്കുന്നതിനെയാണ്, ആരുടെയെങ്കിലും പേര് വിളിച്ചിട്ട് അറുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഹല്ല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അർത്ഥം എന്നുള്ളതിന് വേറെ അർത്ഥം ഉണ്ടാവുമല്ലോ അല്ലെ? റബ്ബിക വൻഹർ. അതേപോലെ അഖറ, ഫഅഖറുഹ, ഇൻബാസ ഇസ്താഹ എന്നൊക്കെ പറഞ്ഞല്ലോ. ഫഅഖറുഹ പറഞ്ഞല്ലോ, പഠിച്ചില്ലേ? അഖറുഹ, സബഹ, സബഹ, അറുത്തു. വേറെ വാക്കുകളുണ്ട് കേട്ടാ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ എന്നതാണ് അതിന്റെ ആക്റ്റീവ് വോയിസ്. ഉൾത്തുറ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടു അല്ലെങ്കിൽ നിർബന്ധിതനായി. ഉൾത്തറ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. ഉൾത്തറ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. ഉൾത്തുറ എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി അല്ലെങ്കിൽ നിർബന്ധിച്ചു, അധികമില്ലാത്ത വാർഡാണോ ഉസ്താദേ? അതെ അതെ, വേറെ വന്നിട്ടുണ്ട്. അധികം പ്രാവശ്യം വന്നിട്ടില്ല, എന്നാലും കുറച്ച് പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട് ഖുർആനിൽ. ഇൽത്തറ നിർബന്ധിച്ചു അല്ലെങ്കിൽ ഇൽത്തറ നിർബന്ധിച്ചു. ഉൾത്തുറ നിർബന്ധിക്കപ്പെട്ടു. കർമ്മണി പ്രയോഗമാണ് പാസീവ് വോയിസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആക്റ്റീവ് വോയിസ്. നേരത്തെ ആരോ ചോദിച്ചതിന്റെ ഉത്തരവാണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ കർമ്മണി പ്രയോഗമാണ് നമ്മൾ എടുത്തു പറയുന്നത്. അതില് കർമ്മണി പ്രയോഗത്തിന്റെ ഓപ്പോസിറ്റ് കർത്തരി പ്രയോഗം, അതിനാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഗൈറ ബാഗിൻ, ഗൈറ ബാഗിൻ വല ആദിൻ. ബഗ യബഗ, അതിക്രമം കാണിച്ചു. ഗൈറ ബാഗിൻ എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിക്കാതെ. അതിക്രമം കാണിക്കാന്ന് പറഞ്ഞാൽ അതിരി കവിയാതെ. അപ്പൊ നിർബന്ധിതനായാൽ നിർബന്ധിതനായി അതുകൊണ്ട് ഒരുപാട് തിന്നുക, അങ്ങനെ പാടില്ല. ജീവൻ നിലനിർത്താനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വായിൽ കുത്തി തിരികെ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇറക്കിപ്പോയാലോ അതാണ് ഉത്തുറ എന്ന് പറയുന്നത്. അങ്ങനെ നിർബന്ധനായി വായിൽ കുത്തിക്കയറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പിന്നിറക്കി കളയുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഗൈറ ബാഗിൻ അതിരി കവിയാതെ, അല്ല ഗൈറ ബാഗ് എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കാതെ. അപ്പൊ ഇങ്ങനെ തിന്നുമ്പോൾ അപ്പൊ ഇത് അള്ളാഹ് ഹറാമാക്കിയതാണ് എന്ന ചിന്ത ഉണ്ടാകണം. നിർബന്ധിതനായി നിർബന്ധ സാഹചര്യം ഞാൻ ചെയ്തു പോകുന്നതാണ് എന്ന ചിന്ത, അള്ളാഹ് ഹറാമാക്കിയതാണ്. അല്ല അള്ളാഹ് അങ്ങനെ ഹറാമാക്കിയൊന്നും ഇല്ല, അല്ലെങ്കിൽ അള്ളാഹ് ഹറാമാക്കിയിട്ടൊന്നും ഇല്ല, അതിനൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ തിന്നാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താണ്? നിർബന്ധ സാഹചര്യത്തിൽ ചെയ്തു പോകുന്നതാണ്, ജീവൻ നിലനിർത്താനോ അല്ലെങ്കിൽ അതുപോലെ നിർബന്ധ സാഹചര്യത്തിലോ ചെയ്തു പോകുന്നതാണ് എന്ന ചിന്തയെ ഉണ്ടാകാവൂ. വല ആദിൻ, പിന്നെന്ത് ചെയ്യരുത്? പരിധി ലംഘിക്കരുത്, അതിര് കവിയരുത്. അപ്പൊ ആ പറഞ്ഞ ആ ഒരു ലിമിറ്റിൽ മാത്രം നിയമം ലംഘിക്കാതെ.
ബഹ എന്ന് പറഞ്ഞ എന്താ? അതിക്രമം അതിക്രമം കാണിച്ചു. അപ്പൊ ഗൈറ ബാഗിൻ എന്ന് പറഞ്ഞാൽ അതിക്രമം ചെയ്യാതെ. അതിനാണ് നിയമം ലംഘിക്കാതെ എന്ന് പറഞ്ഞത്. വല ആദിൻ എന്ന് പറഞ്ഞാൽ പരിധി ലംഘിക്കാതെ. പരിധി ലംഘിക്കാതെ. അപ്പൊ പരിധിയും വേണം, നിയമവും വേണം. നിയമപരമായിട്ട് അള്ളാഹ് ഹറാമാക്കിയതാണ് എന്ന ചിന്തയോടുകൂടി മാത്രമേ എന്ത് ചെയ്യാവൂ, അത് ഉപയോഗിക്കാവൂ നിർബന്ധിത സാഹചര്യത്തിൽ. അതേപോലെ തന്നെ എന്ത് ചെയ്യരുത്, എത്രയാണോ വേണ്ടത് അത് മാത്രമേ ചെയ്യാവൂ. വായിലുള്ള ഒരാളെ കുത്തിത്തിരികിയാൽ അത് ഇറക്കി പോയത് മാത്രമേ ഇറക്കി പോകാവൂ. അതേപോലെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ളത് മാത്രമേ ചെയ്യാവൂ. പമൻ ഇർത്തുറ നിർബന്ധിതനായ ഗൈറ ബാഗിൻ നിയമം ലംഘിക്കാതെയും വല ആദിൻ അതിൽ കവിയാതെയും ഫലാ ഇസ്മ അലൈഹി, അങ്ങനെയാണെങ്കിൽ അവന്റെ പേരിൽ യാതൊരു കുറ്റവുമില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹ് പുറത്തു തരും, കാരുണ്യവാനുമാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ്, യക്തുമൂന മാ അൻസലല്ലാഹ്, അള്ളാഹ് ഇറക്കിയതിനെ കത്തമ മറച്ചു വെച്ചവൻ. കത്തമ അടക്കം 2-3 വാക്കേ ഇതിനകത്ത് പുതിയ വാക്കുകളുള്ളൂ. ഈ ഭാഗം ആദ്യം ഒന്നും പുതിയ വാക്കുകളല്ല. ബഗയുടെ കർത്താവിൻ രൂപമാണ് ബാഗിൻ. അപ്പൊ ഗൈറ ബാഗിൻ അതിൽ നിയമം ലംഘിക്കുന്നവൻ അല്ലാത്ത നിലയിൽ, വല ആദിൻ പരിധി ലംഘിക്കാത്തവൻ, അതിര് കവിയാത്തവനായ നിലയിൽ. ഇന്നല്ലതിന് എട്ടുമുന മനസ്സിലുള്ള അള്ള ഇറക്കിയതിനെ മറച്ചു വെക്കുന്നവർ. ആദ്യം പറഞ്ഞാല് ആദ്യ സമൂഹവും ആദ്യം എന്ന് പറഞ്ഞപ്പോ നമ്മള് പരിധി ലംഘിക്കും, ഇതിപ്പോ ഒരർത്ഥം പറഞ്ഞല്ലോ അല്ലേ? അപ്പൊ ഇവിടെ ആദ് എന്ന് പറഞ്ഞാൽ ആദ്യ സമുദായമാണ്. വല ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യ അല്ല സമൂഹം അല്ലാത്ത നിലയ്ക്കാണ് തിന്നുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല 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 നേരത്തെ പറഞ്ഞു ലാ ഏക്കലു എന്ന് പറഞ്ഞ കൂട്ടത്തിലാണോ? സുമ്മും അല്ല ബുക്കുമുൻ ഒന്നിനാകാൻ പാടില്ലേ? അല്ല, ഞാനേ ആദ്യം എന്നുള്ളതിന്റെ അർത്ഥം ആദ്യം പഠിക്കാത്ത പോലെ തോന്നുന്നു. ആ അതായത് ആദ്യം പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ. അതായത് പരിധി ലംഘിച്ചു. അപ്പൊ ആദിൻ അതായത് എന്ന് വന്നുകൊണ്ട് അതായത് എന്ന് വന്നുകൊണ്ട് ഏതാന്ന് പറയുമ്പോ യാ അല്ല വരിക ലാസ്റ്റ്? അതായത് യദു എന്ന് വാവിട്ടാല് എന്താ വരിക? അതായത് അലിഫാൻ. ഏതാന്ന് പറയുമ്പോ യാ ദാല് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. പഠിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാവാണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ അലിഫാണ് വരുന്നത്. യഹ്ദി എന്ന് യാ ആണെങ്കിൽ ഹദാ പോലെയാണ് എഴുതേണ്ടത്. എന്ന് വാവാണെങ്കിൽ ദഅ എന്ന് എഴുതിയ പോലെയാണ് വരുന്നത്. അപ്പം യഅദു അദാ യഅദു എന്ന് വരുമ്പോ അദാ വരുന്നിടത്ത് അലിഫാണ് ഇടേണ്ടത്. ഇന്നല്ലത് യക്തുമൂന മാ അൻസലല്ലാഹ് മിനൽ കിതാബി, കിതാബിൽ അള്ളാഹ് ഇറക്കിയതിനെ മറച്ചു വെക്കുന്നത്. ചില ആൾക്കാർ മറച്ചു വെക്കും, ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കാതിരിക്കും, ചില ആൾക്കാർ കണ്ടില്ല എന്ന് നടിക്കും. ഇതെല്ലാം ഇതിൽപ്പെട്ടതാണ്. കിതാബിൽ ഉണ്ടാകും എന്ന് ചിലർക്ക് അറിയാം. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? അവര് ഇനിയിപ്പോ അതൊന്ന് മറിച്ച് നോക്കിയിട്ട് പുതിയ നിയമങ്ങളൊന്നും കണ്ടെത്തണ്ട എന്ന് വിചാരിച്ച് സ്വന്തം താല്പര്യത്തിന് ഇണങ്ങുന്നതായിട്ട് എന്ത് ചെയ്യും? ആ നിയമം കണ്ടില്ല എന്ന് നടിക്കും. കിതാബിലുള്ളതിനെ കണ്ടില്ല എന്ന് നടിക്കും. ചിലരെന്ത് ചെയ്യും? കണ്ടാലും അത് പറഞ്ഞു കൊടുക്കൂല. ചിലരെന്ത് ചെയ്യും? അതിനെ മനഃപൂർവ്വം മറച്ചു വയ്ക്കും. അങ്ങനെ ഏത് രീതിയിലായിരുന്നാലും അങ്ങനെയുള്ളവർ എന്തിനാണ് ചെയ്യുന്നത്? വയസ്തറൂന ബിഹി, അത് മുഖേന അവർ വിലയ്ക്ക് വാങ്ങുന്നു. അതിന്റെ എന്ത് ചെയ്യുന്നു? അവര് അതിനെ വിൽക്കുന്നു. സമനൻ കലീലൻ, കുറഞ്ഞ വിലയ്ക്ക് അതിനെന്ത് ചെയ്യുന്നു? അവർ വിൽക്കുന്നു.
അങ്ങനെയുള്ളവർ യസ്തറൂന ബിഹി എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങിനല്ലോ, വിൽക്കുന്നവരെന്നല്ലേ? ആയിക്കോട്ടെ, വിറ്റു. എന്തിനു വേണ്ടി വിറ്റു? സമനൻ, വിലയ്ക്ക്. കലീലൻ, തുച്ഛമായ വിലയ്ക്ക്. അതിനെന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. ഉലായിക അവർ മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം, അങ്ങനെ വിറ്റ് പൈസ വാങ്ങുന്നവർ, വിറ്റ് പണം വാങ്ങുന്നവർ, സമന് വാങ്ങുന്നവർ. സമന് വില. അപ്പൊ കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ അവര് കുറച്ച് പൈസയെ വാങ്ങുന്നുള്ളതാണ് അർത്ഥം. അവർ വാങ്ങുന്ന തുകയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തുക എത്രയാണെങ്കിലും അവർ വാങ്ങുന്നത് പരലോകത്തിന് പകരമാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ അള്ളാന്റെ പ്രതിഫലത്തിന് വിപരീതമായിട്ടാണ് അവർ വാങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ അവര് മഹത്തായ അള്ളാന്റെ പ്രതിഫലം, അല്ലെങ്കിൽ മഹത്തായ സ്വർഗം, അല്ലെങ്കിൽ മഹത്തായ പാരത്രിക ജീവിതം, അതിന് പകരം ഈ ലോകത്തെ പണം സ്വീകരിക്കുന്നതിനെയാണ് തുച്ഛമായ വില എന്ന് പറയുന്നത്. അത് കോടിയായിരുന്നാലും കോടാന കോടിയായിരുന്നാലും എത്രയായിരുന്നാലും സമനം കലീലൻ തന്നെയാണ്. ഉലായികമായ യഅ്കുലൂൻ, അവർ തിന്നുന്നില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചില തൽപര സംഘടനകളും കക്ഷികളും നേതാക്കന്മാരും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ ഒത്താശയ്ക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് വശംവദരായി എന്തെങ്കിലും ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ എന്തായിരിക്കും? അവർ സമനം കലിയെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനായിരിക്കും കൊടുക്കുന്നവർ. അല്ലെങ്കിൽ വലിയ എസ്റ്റേറ്റുകളും, വിശാലമായ എസ്റ്റേറ്റുകളും, മനോഹരമായ വീടുകളും, ഉന്നതമായ വാഹനങ്ങളും ഒക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നത്. നമ്മളെ എണ്ണത്തിൽ അത് കലീലല്ല, മറിച്ച് എന്താണ്? വലിയ തുകയായിരിക്കും. പക്ഷേ പാരത്രിക പ്രതിഫലം വെച്ച് നോക്കുമ്പോൾ അത് സമനം കലീലനാണ്, തുച്ഛമായ വിലയ്ക്കാണ്. ഉലായിക അവർ മാ യഅ്കുലൂന, തിന്നുന്നില്ല, ഫീ ബുത്തൂനിഹിം, അവരുടെ വയറുകളിലേക്ക്, ഇല്ലന്നാറ, നരകാഗ്നിയെ അല്ലാതെ, അഗ്നി അല്ലാതെ അവരൊന്നും തിന്നുന്നില്ല. അവർ തിന്നുന്നത് എന്താണ്? അവരെ തിന്നുമ്പോൾ മനസ്സിലാക്കണം, അത് തിന്നുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കൺസ്യൂം എന്ന വാക്കാണ് മനസ്സിലാക്കേണ്ടത്. കൺസ്യൂമർ എന്ന് പറയുമല്ലോ, അത് അനുഭവിക്കുക എന്ന അർത്ഥമാണ്, അതിനെ ഉപയോഗിക്കുക എന്ന അർത്ഥമാണ് വന്നിട്ടുള്ളത്. പുത്തൂനിയും, അത് ഒന്നാമതായും പള്ളയുടെ പ്രശ്നമാണ്, പലപ്പോഴും എന്താണ്? വയറ്റിന്റെ പ്രശ്നമാണ്. ആദ്യമായി ആ അന്നമാണ്, പിന്നീടാണ് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. അത് എന്തായിരുന്നാലും അത് സ്വിസ് ബാങ്കിലോ അല്ലെങ്കിൽ വിദേശ ബാങ്കിലോ ഒക്കെ അവിടെ കൊണ്ട് നിക്ഷേപിക്കാനായിരുന്നാലും അല്ലെ വേറെ എന്തായിട്ട് ഉപയോഗിച്ചാലും അതെല്ലാം എന്താണ്? ഈ പറഞ്ഞതിന്റെ നിയമത്തിൽ വന്നു, കൺസ്യൂം എന്ന അർത്ഥത്തിൽ വന്നു. പിന്നെ ഫീ ബുത്തൂനിഹിം എന്നത് അവിടെ പ്രയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ആലങ്കാരിക പ്രയോഗമാക്കിയ മനസ്സിലാക്കണം. കാരണം അന്നത്തെ കാലത്ത് അവര് ആഹാരത്തിന് വേണ്ടി മാത്രമേ സമ്പാദിച്ചിരുന്നുള്ളൂ. അവർ പിന്നത്തെ ആവശ്യത്തിന് വേണ്ടി ചെയ്തിരുന്നില്ല, നീക്കി വെച്ചിരുന്നില്ല. അതുകൊണ്ടാണ് മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം എന്ന് പറയുന്നത്. അപ്പൊ വയറുകളിലേക്ക്, മറ്റൊന്നെന്താണ്? വയറിലേക്ക് നിറയ്ക്കുന്നത് ഞാറാണ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ എഫക്റ്റീവ്നെസ് ഉണ്ടാവും. തീയയാണ് അവരുടെ വയറ്റിലേക്ക് നിറയ്ക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് നരകാഗ്നിയാണ് അവരുടെ ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനമായിരുന്നാലും, മനോഹരമായ വീടായിരുന്നാലും, വലിയ വലിയ എസ്റ്റേറ്റ് ആയിരുന്നാലും, എന്തായിരുന്നാലും നരകാഗ്നിയാണ്. അപ്പൊ മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാറ, മായും ഇല്ലയും ഡബിൾ നെഗറ്റീവ് വരുന്നത് എന്തിനാണ്? ഇന്നയുടെ അർത്ഥത്തിൽ ഊന്നി പറയുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇന്നമായ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാർ എന്ന് പറഞ്ഞതുപോലെയാണ്. അവരുടെ വയറ്റിലേക്ക് നിറയ്ക്കുന്നത് എന്താണ്? നരകാഗ്നി തന്നെയാണ്. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹ് അവരോട് സംസാരിക്കുകയില്ല. അപ്പോ അല്ലാത്തവരോട് അള്ളാഹ് സംസാരിക്കും. സത്യവിശ്വാസികളോട് അള്ളാഹ് സംസാരിക്കും പരലോകത്ത് വെച്ച്. ഇന്നയുടെ അർത്ഥം എന്ന് പറഞ്ഞപ്പോ എന്താണുള്ളത് അത് മനസ്സിലായില്ലല്ലോ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ നെഗറ്റീവ് ഈസിക്കൽ ടു പോസിറ്റീവ്. അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടി, ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് മാ യഅ്കുലൂന, അവർ തിന്നുന്നില്ല, ഈ ബുത്തൂനിയും അവരുടെ വയറ്റിൽ, ഇല്ലന്നാറ, തീയല്ലാതെ തിന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തീ തന്നെയാണ് അവർ തിന്നുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. വലാ യുകല്ലിമുഹുമുല്ലാഹ്, അങ്ങനെയുള്ളവരെ,
ആരാണ്? മറച്ചു വെക്കുന്നവരെ, കണ്ടില്ലെന്ന് നടിക്കുന്നവരെ, മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്നവരെ, ഒളിപ്പിച്ചു വെക്കുന്നവരെ എന്ത് ചെയ്യുന്നു? അള്ളാഹ് ഇറക്കിയതിനെ, അള്ളാഹിന്റെ കിതാബിലുള്ളതിനെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത് വ്യക്തമായ സംഗതി ആയിരിക്കുക, അതിനെ മറച്ചു വെക്കുന്നവരെ അവരോട് അള്ളാഹ് സംസാരിക്കുകയില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അള്ളാഹ് അവരോട് സംസാരിക്കുകയില്ല. അല്ല യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല. എന്താണ് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുത്ത് നല്ലവരാക്കുകയില്ല. അല്ലാത്തവരെ അള്ളാഹ് എന്ത് ചെയ്യും? യഗ്ഫിറു മാ ദൂന ദാലിക എന്ന് പറയും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക. അള്ളാഹ് ശിർക്ക് ചെയ്യുന്നതിനെ പുറത്തു കൊടുക്കില്ല, അല്ലാത്തതിന് എല്ലാത്തിന്റെയും ശിർക്ക് ചെയ്യുന്നതിനെ പ്രത്യേകം തൗബ ചെയ്താലേ പുറത്തു കൊടുക്കുള്ളൂ. അല്ലാത്തതിനൊക്കെ അള്ളാഹ് എന്ത് ചെയ്യും? വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പൊ പുറത്തു കൊടുക്കുമ്പോൾ എന്തായി? അവരെ സക്കീഹിം, അവരെ സംസ്കരിച്ചതുപോലെയായി. അപ്പൊ ഖിയാമത്ത് നാളിൽ അവരോട് അള്ളാഹ് സംസാരിക്കുകയില്ല. മറച്ചു വെച്ചവരാണെങ്കിൽ വലാ യുസക്കീഹിം, അവരുടെ പാപം പുറത്തിട്ട് അവരെ സംസ്കരിക്കുകയില്ല. ലഹും അസാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഒന്ന്, അവരോട് സംസാരിക്കുകയില്ല. രണ്ട്, അവരെ ശുദ്ധീകരിക്കുകയില്ല. മൂന്ന്, അവർക്ക് അസാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. മൂന്നും യഥാർത്ഥത്തിൽ ശിക്ഷ തന്നെയാണ്. അപ്പൊ ഒന്നോ പരിമിതമായ ശിക്ഷയല്ല, മറിച്ച് എന്താണ്? പല വിധത്തിലുള്ള ശിക്ഷ അവർക്കും. ഇതിന്റെ അർത്ഥം കേട്ടോ. അമാ ഉഹില്ലയുടെ അർത്ഥം അഹല്ല ഷഹ്റു, ഇപ്പം നമ്മള് ഹിലാലിനെ കണ്ടെന്ന് പറയുമല്ലോ. ഹിലാലിനെ കണ്ടെന്ന് പറയുന്നിടത്തും അവിടെയും അഹല്ല എന്നാണ് വാക്ക് പറയുന്നത്. അഹല്ല ഷഹ്ർ എന്ന് പറഞ്ഞാൽ ലഹറ ഹിലാലുഹു. അഹല്ല ഷഹ്ർ എന്ന് പറഞ്ഞാൽ അവിടെ ബാലചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അഹല്ല ഷഖ്സു ബി ദിക്രില്ലാഹി, അള്ളാന്റെ പേര് ഉപയോഗിച്ച് എന്നിട്ട് അവിടെ അഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്തഹു ബി ദിക്രില്ലാഹി, അള്ളാന്റെ വാക്ക് ഉപയോഗിച്ച് എന്താ ചെയ്യാണ്? അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ട്, അള്ളാന്റെ പേര് ഉച്ചത്തിൽ പറയുക എന്നതിനാണ് അഹല്ല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഹിലാലിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? ഹിലാൽ എന്താണ്? ഹിലാൽ ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ അറിഞ്ഞൂടെ? പിറ, പിറ, ചന്ദ്രനല്ല, പിറ. മാസപ്പിറവി എന്ന് പറയുന്നത്. മാസപ്പിറവിനെ, അപ്പൊ അത് ചെറുതായിട്ട് കാണൂലേ? ചെറുതായിട്ട് കാണുന്നതിനാണ് ഹിലാൽ എന്ന് പറയുന്നത്. വലുതായിട്ട് കണ്ടാല് കമർ. പൂർണ്ണചന്ദ്രനാണ് ബദർ. മറ്റേ ചന്ദ്രക്കല. കല, ചന്ദ്രന്റെ കല. കല എന്ന് പറഞ്ഞാല് വര എന്ന അർത്ഥത്തിലൊക്കെ കലയുണ്ട് പറയും. വടക്കൻ കേരളത്തിലേക്ക് കല എന്ന് പറഞ്ഞാല് വര, പോറൽ, അതിനൊക്കെ കല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ കുറച്ചു വടക്കോട്ട് പോയാലുണ്ടാവും കല. കണ്ണൂർ, കാസർഗോഡൊക്കെ ഉണ്ടായിരുന്നു കല. വര വീണ്ടുന്നതിന്റെ പുറത്ത് കല വീണെന്ന് പറയും. അപ്പൊ ആ അർത്ഥത്തിലാണ് നമ്മൾ ചന്ദ്രക്കല എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും ഉപയോഗിക്കും കല. അല്ലാതെ അവിടെ കല ഉണ്ടായിട്ടില്ല. കല യഥാർത്ഥത്തിൽ ബദറിലാണ് ഉണ്ടാകുന്നത്. പൂർണ്ണചന്ദ്രനാണ് മനോഹാരിത ഉണ്ടാകുന്നത്. അതിനാണ് ബദർ എന്ന് പറയുന്നത്. മനോഹാരിതയുള്ള ആ കാഴ്ചയ്ക്കാണ് ബദർ, പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത്. പക്ഷെ ആ എൻറ്റിറ്റി, ആ വസ്തുവിനെ പറയുന്ന പേര് ഖബർ എന്ന്. വലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഉലൈക അല്ലദീന ഇഷ്തറവു ദലാലത, അവരാണ് എന്ത് ചെയ്തത്? ദലാലത, അള്ളാന്റെ കിതാബിലുള്ള ഇറക്കിയതിനെ മറച്ചു വെച്ചവർ. അള്ളാന്റെ കിതാബിൽ അള്ളാഹ് ഇറക്കിയിട്ടുള്ളതിനെ മറച്ചു വെച്ചവർ. ഉലൈക അല്ലദീന ഇഷ്തറവു ദലാലത, അവരൊക്കെ മറച്ചു വെച്ചു, വല്ല വഴികേടിലായി. ഉലൈക്കയുടെ കാര്യമാണ് പറഞ്ഞത്. അള്ളാന്റെ കിതാബിൽ ഇറക്കിയതിനെ, അവന്റെ കിതാബിൽ ഇറക്കിയതിനെ മറച്ചു വെച്ചവർ, അതാണ് ഉലൈക. അല്ലദീന ഇഷ്തറവു, അവരാണ് വിലയ്ക്ക് വാങ്ങിയവർ. അദ്ദലാലത, വഴികേടിനെ.
ബലാലത്തിനെ വിലയ്ക്ക് വാങ്ങിയവരാണ് അവർ. ബിൽ ഹുദ, ഏതിന് പകരമായി? മാർഗത്തിന് സന്മാർഗത്തിന് പകരമായി. വൽ അദാബ, ശിക്ഷയെ വിലയ്ക്ക് വാങ്ങിയവരുമാണ് അവർ. ബിൽ മഗ്ഫിറത്തി, പാപമോചനത്തിന് പകരമായി. അപ്പൊ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്നുണ്ടല്ലോ. വഴി തെറ്റിയവരുടെ കൂട്ടത്തിലല്ല ഞങ്ങളെ പെടുത്തേണ്ടത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ പറച്ചലിന് വിരുദ്ധമാണ് ഈ അള്ള ഇറക്കിയതിനെ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അവര് ഇഷ്ടവും ബലാലത്താണ്. ആ ബലാലത്ത് ഞങ്ങളെ ദാലീന്റെ കൂട്ടത്തിൽ പെടുത്തരുതേ എന്ന് പറയുകയും ചെയ്യും, ബലാലത്ത് വിലയ്ക്ക് വാങ്ങുകയും ചെയ്യും. വിലയ്ക്ക് വാങ്ങിയവരാണ്. എഹ്ദിന എന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണം എന്ന് പറഞ്ഞതിന്റെ ആ ഹുദ അങ്ങോട്ട് വിറ്റിട്ട് അവര് ബലാലത്ത് വിലയ്ക്ക് വാങ്ങുകയാണ്. അതേപോലെ തന്നെ വൽ അദാബ്, അദാബിനെയും വിലയ്ക്ക് വാങ്ങിയവരാണ്. ബിൽ മഗ്ഫിറത്തി, പാപമോചനത്തിന് പകരമായി. അമാ അസ്ബറഹും അലന്നാർ, അത് അവിടെ നിർത്തിയിട്ട് പിന്നെ ബാക്കി പറയണം. അമാ അസ്ബറഹും അലന്നാർ, നരകം സഹിക്കാനുള്ള അവരുടെ കഴിവ് അപാരം തന്നെ. നരകം സഹിക്കാനുള്ള അവരുടെ കഴിവ് എന്താണ്? അപാരം തന്നെ. അപാരം തന്നെ എന്നുള്ളതിന് അർത്ഥം ഏതാണ്? ഏത് വാക്കാണ്? ഏത് വാക്കാണ് അർത്ഥം? അസ്ബറം, മാ അസ്ബറ എന്ന് പറഞ്ഞാല് ഏത് വാക്കാണ് അർത്ഥം? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? മാ അസ്ബറ അസ്ബറ അല്ല, ഇപ്പൊ പറഞ്ഞ ആരാണ്? ഇപ്പൊ പറഞ്ഞ ആൾ തുടക്കത്തിലില്ലായിരുന്നോ? മാസ്ബറഹം എന്നുള്ള ഒരു പ്രയോഗമാണെന്ന് പറഞ്ഞു. മായുടെ അർത്ഥമല്ല, അസ്ബറുടെ അർത്ഥമല്ല നോക്കേണ്ടത്. അങ്ങനെ തഫ്സീർ എഴുതിയവരൊക്കെ തഫ്സീർ വായിക്കരുത് എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ആ ആ നോക്കാം, കേട്ടു നോക്കാം. അത് ആരെ അപാരം തന്നെ എന്ന് അർത്ഥം ചോദിച്ചപ്പോഴത്തേക്ക് അസ്ബറ എന്ന് പറഞ്ഞാല് മാ അസ്ബറ എന്ന് പറയും, മാ അജ്മല പോലെ മാ അസ്ബറ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്. അവിടെ സബറ ആയത് സൂപ്പർലേറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്, അസ്ബർ ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. മാ അസ്ബറ എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്, അപാരം തന്നെ. മാ അസ്ബറഹും അലന്നാർ. അതെന്തുകൊണ്ടെന്നാൽ, ഇത്രയും ശിക്ഷ അവർക്ക് ലഭിക്കുന്ന എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അത് എന്തുകൊണ്ടെന്നാൽ അള്ളാഹ് നസ്സലൽ കിതാബ, കിതാബിനെ ഇറക്കിയിരിക്കുന്നു. യാഥാർത്ഥ്യമായ നിലയ്ക്ക്, സത്യവും കൊണ്ട് അള്ളാഹ് കിതാബ് ഇറക്കിയിരിക്കുന്നു. അല്ല, ഇവിടെ പരിഭാഷയിൽ എന്താ എഴുതിയിരിക്കുന്നത്? നരകശിക്ഷ അനുഭവിക്കുന്നവർ അവർക്ക് എന്തൊരു ക്ഷമയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തൊരു ക്ഷമയാണ് എന്നുള്ളത് എവിടെ ഉണ്ട്? ആ പ്രയോഗത്തിന്റെ അർത്ഥമാണ്. അപ്പൊ അവർക്ക് ശിക്ഷ ലഭിക്കാൻ കാരണം എന്താണ്? അള്ളാഹ് സത്യമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സത്യവും കൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്, യാഥാർത്ഥ്യമായ നിലയ്ക്കാണ് ഇറക്കിയിരിക്കുന്നത്. അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നു? കിതാബിനെ സുവ്യക്തമാക്കി ഇറക്കിയിട്ടുണ്ട്. ഇന്നല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബി, കിതാബിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ, അല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബി ലഫീ ശിഖാഖിൻ ബഈദ്, അവരെവിടെയാണ്? അവര് ഷിഖാഖിലാണ്. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ പിളർപ്പിലാണ്. ബഈദ്, അകന്ന, വളരെ ദൂരെയായ. അവർ രണ്ട് ഖണ്ഡമായി മാറിയാൽ അവര് വളരെ അകലത്തിലാണ്. പിളർപ്പ് എന്ന് പറഞ്ഞാല് അകലത്തിലാണല്ലോ. ഇത് ഷിഖാഖ്, പിളർപ്പ്. പിളർപ്പ്, ബഈദ് അകലത്തിലാണ്. ആ, പിളർപ്പ് അല്ലെങ്കിൽ ഭിന്നിപ്പ്. ബഈദ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരമായ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള പിളർപ്പല്ല, രണ്ട് പിളർപ്പായി, അത് അടുത്തടുത്തല്ല നിൽക്കുന്നത്, വളരെ അകലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വിധം അവരെന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ ഭിന്നിപ്പ് വളരെ മൂർധന്യ ദിശയിലായിരിക്കുന്നു. നല്ലതിന് അഖ്തലഫൂ ഫിൽ കിതാബി, കിതാബിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ. ഓക്കെ, എന്തെങ്കിലും ഇഖ്തിലാഫ് ഉണ്ടോ? ഒരു മീനിങ് ആണ് ഉസ്താദേ. ഷാഖയും ഇഖ്തലഫയും.
ശാഖ. അതെ, ശാഖ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാ, ചിലപ്പോൾ രണ്ടർത്ഥത്തിലാണ്, ഒരേപോലെയല്ല. അതെ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഫ്വാലാംസ പറഞ്ഞപ്പോൾ ഈന പിന്നെ ഈനുള്ളത് ഊന ഉള്ളത് ഒക്കെ പറഞ്ഞില്ലേ, എഫലീന തഫലീന എഫലാനി. അപ്പൊ ഈന ഉള്ള അപ്പൊ എഫലീന വരുമോ? തഫലീന പോലെ എഫലീന വരുമോ? ഈന വരുന്ന സന്ദർഭം നമ്മൾ പഠിച്ചിട്ടില്ല, വരും കേട്ടോ. അതെ, അത് പറഞ്ഞല്ലേ, ഈ അവയവദാനത്തിനെ കുറിച്ച് ഖുറാനിലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്റെ ചിന്ത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ഫൈനൽ ജഡ്ജ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല, ഫത്വയൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സിൽ വന്ന ചിന്ത പറഞ്ഞിട്ടുള്ളേ ഒന്നും, തീരുമാനമായിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചതാണ്. കാരണം ഖുറാനിലെവിടെയും ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം അവയവദാനത്തിന്റെ കാര്യം വരുമ്പോ ഖുറാനിൽ അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഒരു ഗൈഡൻസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഖുറാനിലെ ഹദീസിലൊന്നും. അതാണ് അതിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഭാഗം ചേർന്ന് നിന്നുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ പറയുന്നത്. അതായത് ചില ആൾക്കാർ അതിനെന്ത് ചെയ്യുന്നു, ഒരു കമ്പോളവൽക്കരണമായി കൊണ്ടുപോകുന്നതിനെ ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ അറിയുകയില്ല. ഒരു എന്തായാലും പറയാ, ഒരു 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 വ്യവസായമായി ഇതിനെ കൊണ്ടുപോകും എന്ന വസ്തുത ഈ തുടക്കത്തിൽ നമ്മൾ അറിയില്ല. അവരെന്ത് ചെയ്യും, നമ്മൾ ഇത് മനോഹരമായ സംഭവമാണ്, അവയെ നിങ്ങൾക്ക് ദാനം ചെയ്യാം, മരിച്ചവന് ഒരു പുതിയ ജന്മമാണ് നൽകുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ജീവിതമാണ് നൽകുന്നത് എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സംഭവമാണെന്ന് പറയും. പിന്നീട് ഒരു ഭാഗത്ത് അതൊരു വലിയ ഒരു കച്ചവടമായി മാറിപ്പോവുകയാണ്. അങ്ങനെയുള്ള ചില ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇത് എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പഠനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, പുനർവിചിന്തനം നടത്തണം. അതായത് ബോഡി, ഞാൻ പഠിച്ച ശരീരശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ബോഡിക്ക് പുറമേ ഉള്ളത് ഒന്നിനെയും സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് ശരീരത്തിൽ ഒരു മുട തറച്ചാൽ എന്ത് ചെയ്യുന്നത്, അവിടെ പഴുക്കുന്നത്. എന്തിനാ പഴുക്കുന്നത്? ഫോറിൻ ബോഡിയെ കളയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ പഴുക്കാതിരിക്കാനാണ് മരുന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിചാരിക്കുന്ന അതാണ് ശാസ്ത്രം. ഒരു മരുന്ന്, ഒരു സൂചി പോലെ മുള്ളത് തറച്ചാല് പഴുക്കാതിരിക്കാനുള്ള മരുന്ന്, നമുക്ക് അതുപോലുള്ള മരുന്നൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് പഴുത്താലേ പുറത്തു പോവുള്ളൂ, പുറത്ത് പോയാലേ രോഗം ശമിക്കുള്ളൂ. ഒരു മൺതരിയാണ് അവിടെ ഇരുന്നിട്ടെങ്കിലും അതെന്ത് ചെയ്യണം, പഴുത്ത് പുറത്തു പോകണം. അതേപോലെ ശരീരത്തിനുള്ളിലേക്ക് എന്ത് കടന്നു പോയാലും നമ്മൾ എന്തുകൊണ്ട് ഛർദ്ദിക്കുന്നു, അത് ബോഡി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വിസർജനം അമിതമായിട്ട് പോകും. എന്തുകൊണ്ട്? ബോഡി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അത്. അപ്പൊ അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ശരിയായിട്ട് കാണുന്നില്ല, ശരിയായിട്ട് നമ്മൾ പഠനം നടത്തുന്നില്ല. മറിച്ച് എന്ത് ചെയ്യണം, ചുമ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉടനെ തന്നെ ചുമയ്ക്ക് മരുന്ന് കഴിക്കും. ഇംഗ്ലീഷ് മരുന്ന് എടുക്കും. ചുമയ്ക്കാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്, നമുക്കല്ല, ശരീരത്തിന് വേണ്ടിയല്ല മരുന്ന് കഴിക്കുന്നത്. ചുമയ്ക്കുള്ള മരുന്നുണ്ടോന്ന് ചോദിക്കുക, പനിക്കുള്ള മരുന്നുണ്ടോന്ന് ചോദിക്കുക. അപ്പൊ ചുമയ്ക്കാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. ചുമ അതോടെ സ്റ്റോപ്പായി. ചുമയ്ക്കുന്ന എന്തിനാണ്? അവിടെ എന്തോ ഒരു സംഭവം ഫോറിൻ ബോഡി പുറത്ത് കളയാനുണ്ട്. അപ്പൊ അതാണ് ചുമയ്ക്കുന്നത്. അത് വേറെ പഠന വിഷയമാക്കിയ സംഭവം, എന്റെ വിഷയമൊന്നുമല്ല. ഞാൻ എന്റെ അറിവ് പറഞ്ഞതിനോട് ശരിയാകാം, തെറ്റാകാം. അപ്പൊ അങ്ങനെ ഇതിന്റെ ഓരോന്നിന്റെയും ശരിയായ രീതിയിലുള്ള പഠനം നടത്തണം. അതിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ഭൗതികശാസ്ത്രത്തെക്കുറിച്ചും ശരിയായ അറിവ് ഉണ്ടാവും. ഒരുപാട് പഠിക്കാനുണ്ടാവും. നമ്മൾ മാസ്ക് വെക്കാൻ പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ മാസ്ക് വെച്ചു. മാസ്ക് വെച്ചിട്ട് എന്തായി? ഉച്ഛ്വസിക്കുന്ന വായുവും അതിലുള്ള എന്താ പറയാ,
പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും സംഭവം നമ്മൾ വെളിയിൽ നിന്ന് കളയുന്ന മുള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുന്നതിന് നമ്മൾ വീണ്ടും ചെയ്യുന്നു മാസ്ക് വെച്ചാൽ രോഗിയാവും. ദൂഷിച്ച അതന്നെ. വായു എന്ന് നമ്മൾ തിരിച്ചെടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ശതമാനമാണ് പിന്നെ പുറത്തേക്ക് പോകേണ്ടത്, തിരിച്ചെടുക്കുന്നത് എത്ര ശതമാനം വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുന്നതാണ്, ഓക്സിജൻ അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് ആര് എന്ത് വ്യവസായമായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ ശ്വസിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഈ നമുക്ക് കാണാത്ത, നമുക്ക് ഏറ്റവും സൂക്ഷ്മമായ ജീവിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ കടന്നു പോകുന്നത് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ചെറിയ ദ്വാരത്തിലൂടെ ഈ സൂക്ഷ്മ ജീവി കടന്നു പോകില്ലേ? ഈ ഏതെങ്കിലും രീതിക്ക് ഈ കാണുന്ന പുറമെ എന്താ പറയാ മാസ്ക് എത്രത്തോളം മാസ്കിന്റെ നൂല് അടുപ്പമുള്ളതാണോ അത്രയും അടുപ്പിച്ചിട്ടാണോ മൂക്കിലും നമ്മുടെ കഴുത്തിലും ചെവിയിലും ഇവിടെയൊക്കെ ഒട്ടിച്ചാണോ വെച്ചിട്ടുണ്ടാവുക? അവിടെയൊക്കെ എയർടൈറ്റ് ആയിട്ടാണ് ഒട്ടിച്ച് വെക്കുക. അവിടെയൊക്കെ എയർടൈറ്റ് ആയിട്ട് ഈ മൂക്കിലും ചെവിയിലും ഈ ഭാഗത്തെല്ലാം എയർടൈറ്റ് ആക്കി ഒട്ടിച്ച് വെച്ചിട്ടാണോ ഇതിലിട വിശ്വസിക്കുന്നത്? അപ്പം വായു പുറത്തേക്ക് പോകും. ചിന്തിച്ചാൽ ഒരു അന്തമില്ല. അപ്പൊ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവയവദാനവും മറ്റു കാര്യങ്ങളൊക്കെ. നമ്മുടെ വിഷയം വേറെയാണ്. ദാനം, അവയവദാനം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അവിടെ നമ്മൾ എന്താ പറയാ, വേറെ ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ ദത്തെടുക്കുന്ന കാര്യമുണ്ടല്ലോ, ദത്തെടുക്കുന്ന കാര്യം മുതൽ അതുപോലെ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഇതിലും വരും. അവയവം കൊടുക്കുമ്പോഴും അതിനേക്കാൾ പ്രശ്നം വരില്ലേ? എപ്പോഴും പ്രശ്നം വരും. ഏതായിരുന്നാലും നമ്മൾ പഠിക്കുക, അതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്. അത് ഇതിൽ തന്നെ പറയണ്ടല്ലോ, ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, പറയണ്ടല്ലോ. അതാണ് അതിന്റെ അത് വെച്ചോട് ചർച്ച ചെയ്ത് നോക്കി അറിയാത്തവര്. അതെ, അത് വെച്ച് ചർച്ച ചെയ്ത് നോക്കണം, പഠിച്ചു നോക്കണം. പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്ത് ചർച്ച മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഉറക്കെ പറഞ്ഞവനാണ് സത്യം പറഞ്ഞെന്നാണ് ആൾക്കാർ വിചാരിച്ചത്, അല്ലെങ്കിൽ ശരി പറഞ്ഞതെന്നാണ് ആൾക്കാർ വിചാരിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് പ്രസിദ്ധീകരിച്ചവനാണ്, ഒരുപാട് എന്താ പറയാ, ഇപ്പം മുഴുവൻ ഇംഗ്ലീഷാണ് ആധികാരികം എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആധികാരികം എന്ന് വിചാരിച്ചത്. എന്തായാലും അള്ളാഹു നമുക്ക് സത്യമായി മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു അരിനൽ ഹഖ ഹഖൻ വറസുഖ്ന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വറസുഖ്ന ഇജ്തിനാബഹു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته.